Namaste, welcome back viewers, welcome back to my channel WinTrader. ഫേക്ക് ആയിട്ട് പോകുന്ന അപ് ഡൗൺസ് ആക്യുറേറ്റ് ആയിട്ട് തിരിച്ചറിഞ്ഞ് പെർഫെക്റ്റ് ആയിട്ടുള്ളത് എൻട്രി എടുക്കാനായിട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ വിൻട്രേഡിൽ സാധിക്കുന്നുണ്ട്. 8.1 വെർഷന്റെ പ്രത്യേകതയും അതാണ്. നമുക്ക് മാർക്കറ്റ് ഒരു അപ് ട്രെൻഡ് പോയി ഒരു മാർക്കറ്റ് അപ്പിലേക്ക് കയറുന്നു, പക്ഷേ നമുക്കൊരു ഫേക്ക് ആയിട്ടുള്ള അപ് ട്രെൻഡ് ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് തിരിച്ചറിയാൻ സാധിക്കും. ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയിൽ അതുപോലെ ഒരു മൂവ്മെന്റ് ഉണ്ട്. അതേപോലെ ഇന്നത്തെ ക്രൂഡ് ഓയിലിന്റെ ചാർട്ടും, അതായത് സ്കാൽപ്പിംഗ് പെർഫോമൻസ് ആണ്. സോഫ്റ്റ്വെയർ ലാസ്റ്റ് നിന്ന സിഗ്നൽ പ്രകാരം അപ്രോക്സിമേറ്റ് 3 ടാർഗറ്റ് 35 പോയിന്റോളം കയറി നിൽക്കുകയാണ്. 5708 എടുത്ത എൻട്രി ഇപ്പോഴും അപ് ട്രെൻഡിൽ കയറി നിൽക്കുന്നു. അപ്പോൾ പ്രോപ്പറായിട്ട് നമുക്ക് റെസിസ്റ്റൻസ് ലെവൽ കറക്റ്റായിട്ട് കട്ട് ചെയ്ത ശേഷം സോഫ്റ്റ്വെയർ അത് കറക്റ്റായിട്ട് കാണിച്ചു തന്നെ അവിടെ നിന്ന് പ്രോപ്പർ സ്ട്രോങ് ബ്രേക്ക് ഔട്ട് ആണെന്നുള്ളത്. അപ്പോൾ നമ്മൾ സിഗ്നൽ എടുത്തില്ലെങ്കിലും നെക്സ്റ്റ് ബ്രേക്കിൽ എടുക്കേണ്ട ലെവലും അതിന്റെ റീ എൻട്രി സെക്ഷൻ സോഫ്റ്റ്വെയർ അവിടെ കറക്റ്റായിട്ട് തന്നിട്ടുമുണ്ട്. ഇപ്പോഴും മാർക്കറ്റ് കയറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ലാസ്റ്റ് റീ എൻട്രി തന്നത്, അതായത് നെക്സ്റ്റ് എൻട്രി തന്നത് അപ്രോക്സിമേറ്റ് 4 മണിക്ക് 10 മണിക്ക് മുമ്പുള്ളപ്പോഴാണ്. അപ്പോൾ അതിന് 5746 എൻട്രി എടുത്തു. ഇപ്പോൾ 59 ആണ് നമുക്ക് ടാർഗറ്റ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് മാർക്കറ്റ് ഇപ്പോൾ ഒരു ചെറിയ ഡിപ്പിൽ ഇറങ്ങിയിട്ടുണ്ട്. തിരിച്ച് കയറാനായിട്ട് ശ്രമിക്കുന്നു. അപ്പം ധൈര്യമായിട്ട് അത് കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ ആ 3 ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ നമുക്ക് നെക്സ്റ്റ് അത് അടുത്ത എൻട്രി ലെവലാണ് സോഫ്റ്റ്വെയർ റീ എൻട്രി ലെവലിൽ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ സിമ്പിൾ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ്. ഇപ്പോൾ ഇതിനകത്തൊരു സിഗ്നൽസ് തരുമ്പോൾ, അതായത് ഒരു ബൈ ഇൻഡിക്കേഷൻ അല്ലെങ്കിൽ സെൽ ഇൻഡിക്കേഷൻ ആണെങ്കിലും നമുക്ക് ആരോസ്, അതായത് സെല്ലിന്റെ ലേറ്റസ്റ്റ് സെല്ലിന്റെ ആരോസ് ആണ് ഇതിന്റെ ടൈം മേളിൽ കൊടുത്തിരിക്കുന്നത്. എൻട്രി പോയിന്റും താഴെ ടാർഗറ്റുകളും, ടാർഗറ്റ് 1, 2, 3 എന്ന് പറഞ്ഞ 3 ടാർഗറ്റുകളുണ്ട്. അപ്പോൾ ഇതിൽ സിഗ്നൽ വന്നതിന് സമയത്ത് നമുക്ക് ആക്ച്വലി അലേർട്ട് മെസ്സേജ് സൗണ്ട് എഫക്റ്റിലൂടെ, ബെൽ സൗണ്ട് എഫക്റ്റിലൂടെ സിഗ്നൽസിന്റെ അലേർട്ട് കിട്ടും. ഇതേപോലെ സൗണ്ട് എഫക്റ്റിലൂടെ ഇതുപോലെ സൗണ്ട് എഫക്റ്റിലൂടെ അലേർട്ട് മെസ്സേജ് കിട്ടും. അതോടൊപ്പം ഡീറ്റെയിൽസ് ഈ മെസ്സേജിൽ കൊടുത്തിട്ടുണ്ടാവും ഇതിൽ. അതേപോലെ ലേറ്റസ്റ്റ് സിഗ്നൽ ഡീറ്റെയിൽസ് എല്ലാം മേളിലും താഴെ എഴുതിയിട്ടുണ്ടാവും. ലാസ്റ്റ് വന്ന സിഗ്നൽ അപ്രോക്സിമേറ്റ് വന്നിരിക്കുന്നത് ക്ലോസിംഗ് ലെവലാണ്. അപ്പോൾ ഇന്നലെ ക്ലോസിംഗ് ലെവലിൽ വന്ന സിഗ്നലിൽ നിന്ന് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ചെയ്തത്. അപ്പോൾ അതിന്റെ ടൈമിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. എൻട്രി പോയിന്റ് ആണ്, ടാർഗറ്റ് ആണ്. അപ്പോൾ അത് സിഗ്നൽ കണ്ടിന്യൂഷൻ നമുക്ക് ആക്ച്വലി മാർക്കറ്റ് ഗ്യാപ് ഡൗണിലേക്ക് ഓപ്പൺ ആയി മാർക്കറ്റ് ഒറ്റയടിക്ക് അടിച്ചിറങ്ങുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ അവിടുന്ന് രാവിലെ തന്നെ സെക്കൻഡ് ക്യാൻഡിൽ എൻട്രി എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അവിടുന്ന് മാർക്കറ്റ് ഇറങ്ങി, അത് കഴിഞ്ഞ് പിന്നെ 2-3 പ്രാവശ്യം ബ്രേക്ക് ചെയ്ത് കയറി. അപ്പോൾ ഇടയ്ക്ക് ചെറിയൊരു അപ് ട്രെൻഡ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ സോഫ്റ്റ്വെയർ താഴെ സെല്ല് തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ലെവലിൽ മിസ് ആയവർക്ക് നെക്സ്റ്റ് എൻട്രി ലെവൽ അപ്രോക്സിമേറ്റ് നമുക്കൊരു 12 മണിക്ക് 5 മിനിറ്റ് മുമ്പുള്ളപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് നല്ലൊരു ഇറക്കം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ 255 പോയിന്റോളം ഡൗൺ ഇറങ്ങി നിൽക്കുകയാണ്. അതേപോലെ തന്നെ ക്രൂഡ് ഓയിൽ ഇപ്പോൾ ലാസ്റ്റ് വന്ന സിഗ്നൽ കണ്ടിന്യൂഷൻ ആയിട്ടാണ് പോയിരിക്കുന്നത്. ലാസ്റ്റ് വന്ന സിഗ്നൽ വന്നിരിക്കുന്ന അപ്രോക്സിമേറ്റ് 245 അതിന്റെ എൻട്രി പോയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് ടാർഗറ്റ്. അപ്പോൾ സിഗ്നൽസ് വന്നപ്പോൾ അലേർട്ട് നമുക്ക് മെസ്സേജ് അലേർട്ടായിട്ട് ഡീറ്റെയിൽസ് തരും. അതോടൊപ്പം ഡീറ്റെയിൽസ്, അതായത് ലേറ്റസ്റ്റ് സിഗ്നൽ ഏതാണ് എപ്പോഴാണ് എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് മുകളിൽ താഴെ ഉണ്ടാവും. ഇപ്പോൾ സിഗ്നൽ കൺഫർമേഷൻ വരുന്നതിന് ശേഷം മാത്രം എടുത്തേച്ചാൽ മതി. സിഗ്നൽ കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ ക്യാൻഡിൽ കളറും താഴത്തെ കൺഫർമേഷൻ ബാറും ബൈസോൺ, ഇത് 3 ഓക്കെയതിന് ശേഷം മാത്രം ട്രേഡ് എടുത്തേച്ചാൽ മതി. ഇപ്പോൾ ലാസ്റ്റ് വന്നിരിക്കുന്ന സിഗ്നൽ പ്രകാരം 3 ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ മാർക്കറ്റ് ചെറുതായിട്ട് കയറാൻ തുടങ്ങിയപ്പോൾ സോഫ്റ്റ്വെയർ റീ എൻട്രി തന്നു. പക്ഷേ ഇപ്പോൾ മാർക്കറ്റ് ചെറുതായിട്ടും തിരിച്ചിറങ്ങാൻ നോക്കുന്നു. അപ്പോൾ അത് 1 മിനിറ്റിൽ ബിയർഷിലേക്ക് കാണിച്ചിട്ടുണ്ട്. ഇൻ കേസ് നമ്മളിവിടെ ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി എക്സിറ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഈ റിവേഴ്സിലൂടെ തന്നത്. അപ്പോൾ അവിടെ നമുക്ക് കറക്റ്റായിട്ട് ആ പോർഷൻ എക്സിറ്റ് ചെയ്ത് വിടാം. അതല്ലെങ്കിൽ നമുക്ക് മെസ്സേജ് അലേർട്ട് മെസ്സേജ് ആയിട്ട് നമുക്ക് ഡൗൺ അല്ലെങ്കിൽ സെക്ഷൻ പോകാൻ ചാൻസ് ഉണ്ടെന്നുള്ള മെസ്സേജ് ക്രോസ് ഡൗൺ ക്രോസ് അപ്പ് എന്ന് പറഞ്ഞ് തരും. പക്ഷേ ഇതൊരു ഡിപ്പ് മാത്രമാണ്. ഇവിടെ നമുക്ക് ടാർഗറ്റ് ഓൾറെഡി ഹിറ്റ് ആയിട്ട്, പക്ഷേ അടുത്ത റീ എൻട്രി വന്ന സമയത്ത് അത് കയറാനായിട്ട് റീ എൻട്രി ലെവൽ തന്നിരുന്നു. പക്ഷേ അവിടുന്ന് പെട്ടെന്ന് മാർക്കറ്റ് സഡൻ ഇതുപോലെ റിവേഴ്സ് വരുമ്പോൾ ഇവിടെ ട്രെൻഡ് റിവേഴ്സ് ആയി കറക്റ്റായിട്ട് അവിടെ കാണിച്ചു തരും. അപ്പോൾ ആ ലെവലിൽ നമുക്ക് ഒരുപാട് ലോസിലേക്ക് പോകുന്നതിന് മുമ്പ് എക്സിറ്റ് ചെയ്യാനായിട്ട് ഒരവസരം സോഫ്റ്റ്വെയർ ഇവിടെ തരുന്നുണ്ട്. അതേപോലെ തന്നെ പക്ഷേ ഇത് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ ഇത് ബൈ ട്രേഡ് തന്നെയാണ്. ആക്ച്വലി സെൽ ട്രേഡിലേക്ക് മാറിയിട്ടില്ല. കാരണം സെല്ല് വരുന്ന സമയത്ത് നമുക്ക് അവിടെ ക്യാൻഡിൽ കളറും താഴെ മാറി തരും. ഇല്ലെങ്കിൽ അത് തിരിച്ചു കയറും തന്നെയാണ്. നമുക്ക് അവിടെ ധൈര്യമായിട്ട് അവിടെ പോർഷൻ ഹോൾഡ് ചെയ്യാൻ തന്നെയാണ് സോഫ്റ്റ്വെയർ പറയുന്നത്. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ലൈവ് സെക്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കോൺടാക്ട് ചെയ്താൽ മതി. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ സെയിം ഓപ്ഷൻസ്. അപ്പോൾ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റി ട്രേഡ് വെച്ച് നോക്കുകയാണെങ്കിൽ 57,111.14 ആക്ച്വലി സെല്ല് വന്ന് സപ്പോർട്ട് അടിച്ച് താട്ടിറങ്ങിയത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ബ്രേക്ക് ചെയ്ത് അതിൽ നിന്ന് ട്രേഡ് എടുത്ത് 57,000 പുട്ട് ഓപ്ഷൻ ആണ്. അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ 463 ബൈ ട്രേഡ് വന്നിട്ടുണ്ട്. അവിടുന്ന് സിഗ്നൽ കൺഫർമേഷൻ വന്ന് അടുത്ത ക്യാനിൽ തന്നെ കയറി, അത് ഒറ്റടിക്ക് കയറി 541 വരെ. അവിടുന്ന് മാർക്കറ്റ് തിരിച്ചിറങ്ങി പിന്നെ കയറിയത് 491 ഒറ്റടിക്ക് കയറിയത് 558 വരെ. പിന്നെ ലാസ്റ്റ് സെക്ഷനിൽ നല്ല കയറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ 1 സൈഡ് മൂവ്മെന്റ് തന്നെയായിരുന്നു. 2 ടാർഗറ്റും ഹിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ലൈവ് സെക്ഷനായിട്ട് നിങ്ങൾക്കൊരു ഡെമോ അറ്റൻഡ് ചെയ്ത് മനസ്സിലാക്കാൻ വർക്ക് ചെയ്യുന്ന മെത്തേഡ് ലൈവ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.